ഇന്ന് നമുക്ക് ഫ്രാക്ചർ സർജറികളെ കുറിച്ച് പറയാം. ഒരു എല്ല് പൊട്ടി ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല സംശയങ്ങളാണ്. അത്തരം ചില സംശയങ്ങൾ നോക്കാം. നമ്മൾ എല്ല് പൊട്ടി ഒരു പ്ലേറ്റ് ഇട്ടു അല്ലെങ്കിൽ സ്ക്രൂ ഇട്ടു. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഈ പ്ലേറ്റോ സ്ക്രൂവോ കടന്നാൽ ജീവിതകാലം മുഴുവൻ വേദന ഉണ്ടാവും, അത് കാരണം മടക്കി നിർത്താൻ ബുദ്ധിമുട്ടാവും, നടക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ്. പക്ഷേങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ല് കൂടുന്നതോട് കൂടി തന്നെ ആളുകൾക്ക് സ്വന്തമായി നടക്കാം. പരസഹായം ഇല്ലാതെ, വാക്കറിന്റെ സഹായം ഇല്ലാതെ എല്ല് കൂടിക്കഴിഞ്ഞാൽ നടക്കാം. ഈ ഇംപ്ലാന്റ് അവിടെ ഉണ്ട് വെച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ മോഡേൺ ഇംപ്ലാന്റുകൾ നമ്മൾ എല്ലിനോട് വളരെ പറ്റി ചേർന്ന് എടുക്കുന്ന അനാട്ടമിക്കൽ പ്ലേറ്റ് എന്ന് പറയും, വളരെ പറ്റി ചേർന്ന് എടുക്കുന്ന, ഒട്ടും ഇറിറ്റേഷൻ ഉണ്ടാക്കാത്ത ഇംപ്ലാന്റുകളാണ്. ഇനി ചില ആളുകൾ നടന്നു തുടങ്ങിയാലും വേറൊരു പ്രധാന പേടി നമ്മൾ ഈ മെറ്റൽ ഉള്ളിൽ കിടക്കുന്ന കാരണം, ഇംപ്ലാന്റുകൾ ഉള്ളിൽ കിടക്കുന്ന കാരണം അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ്. ഇപ്പോഴത്തെ ഇംപ്ലാന്റുകളുടെ മെറ്റീരിയൽ ഒന്നെങ്കിൽ ടൈറ്റാനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇതെല്ലാം എത്ര കാലം വേണമെങ്കിലും ശരീരത്തിൽ കിടക്കാൻ പാകത്തെയാണ്. ഇപ്പോഴത്തെ മോഡേൺ ഇംപ്ലാന്റുകൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. 100 കൊല്ലം വരെ കയ്യിലോ കാലിലോ കിടന്നാലും ഒരു ബുദ്ധിമുട്ടുമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ പറയും അത് ഇംപ്ലാന്റ് റിമൂവ് ചെയ്യണമെങ്കിൽ. ഇനി വേറൊരു കൂട്ടർ പ്രായമായ ആളുകളാണ്. പ്രായമായ ആളുകൾക്ക് സർജറി ചെയ്യുമ്പോഴാണ് അവരെല്ലാവരും പേടിക്കുന്നത്. സർജറി ഭയങ്കര റിസ്ക് അല്ലേ? ശരിക്ക് പ്രായമായ ആളുകൾക്ക് സർജറി ചെയ്ത് പെട്ടെന്ന് എല്ല് സ്റ്റേബിൾ ആവുന്നതോടുകൂടി അവരുടെ റെസ്റ്റിന്റെ സമയം കുറയുകയാണ്. അവരെ വെറുതെ റെസ്റ്റ് എടുത്ത് കിടത്തി ആ ഒരു റെസ്റ്റ് എടുക്കുന്നത് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് പരമാവധി കുറയുകയാണ്. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് പ്രായമായ ആളുകൾക്കാണ് ഇംപ്ലാന്റ്. അപ്പോൾ ഈ ഫ്രാക്ചർ സർജറിയെ ഇനി പേടിക്കേണ്ട. ഫ്രാക്ചർ സർജറിയാണ് സേഫസ്റ്റ് ആയിട്ടുള്ള, ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വേ നമ്മുടെ കാലിൻ്റെയും കൈയിൻ്റെയും ബലം കിട്ടാൻ.